ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന ഇറാന്റെ ഭീഷണിയെ തെല്ലും ഭയക്കാതെ ഇസ്രയേൽ കഴിഞ്ഞ ദിവസം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചതായി റിപ്പോർട്ട്. ഇനി വിട്ടുവീഴ്ചയില്ല. കണ്ണിന് കണ്ണ് എന്ന തത്വം ഞങ്ങൾ പാലിക്കില്ല. കാത്തിരുന്ന് കാണുക. പശ്ചിമേഷ്യയെ യുദ്ധഭീതിയിലാട്ടി ഇറാന്റെ ആണവ കേന്ദ്രത്തിന് നേരെ ഇസ്രയേലിന്റെ മിന്നൽ ആക്രമണത്തെ തുടർന്ന് ഇറാന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ല എന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഉറപ്പ് ലംഘിച്ചുകൊണ്ടാണ് ഇസ്രയേൽ ഈ നീക്കം നടത്തിയത്. ആക്രമണത്തിൽ ആളപായമോ വികിരണ ചോർച്ചയോ ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നഗരങ്ങളിൽ ഇറാന്റെ മിസൈൽ പതിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ഇറാനുമായി നേരിട്ടുള്ള ചർച്ച ഉടൻ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി US പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റെക്കാഫ് പറഞ്ഞു. അതേസമയം ഇറാൻ ആണവായുധം സ്വന്തമാക്കരുത് എന്ന പ്രധാന ലക്ഷ്യമാണ് അമേരിക്ക മുന്നിൽ കാണുന്നത് എന്നും യുദ്ധലക്ഷ്യങ്ങൾക്കരികെയാണ് അമേരിക്കയെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രതികരണം. മധ്യ ഇറാനിലെ അറാഖിന് സമീപമുള്ള പ്രധാന യുറേനിയം സംസ്കരണ പ്ലാന്റാണ് ഖൊണ്ടാബ്. 2026 മാർച്ച് അവസാനത്തിൽ ഈ പ്ലാന്റിന് നേരെ ഇസ്രയേൽ വ്യോമാക്രമണവും നടത്തിയിരുന്നു. ആണവ ആയുധ നിർമ്മാണത്തിന് ആവശ്യമായ പ്ലൂട്ടോണിയം ഉത്പാദിപ്പിക്കുന്ന കേന്ദ്രമായാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇറാന്റെ മിസൈൽ ഖനി ഫാക്ടറി ആക്രമിച്ചതായിട്ടാണ് ഇസ്രയേൽ വെളിപ്പെടുത്തിയത്. ഇറാനിയൻ നഗരമായ യാസ്മിലെ പ്രധാന മിസൈൽ കടൽഖനി നിർമ്മാണ കേന്ദ്രങ്ങളിലാണ് വ്യോമാക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചത്. മിസൈലുകൾ കൂട്ടിച്ചേർക്കുകയും സൂക്ഷിക്കുകയും ചെയ്തിരുന്ന ഇറാന്റെ നൂതന മിസൈൽ പദ്ധതിക്ക് ഈ താവളം വളരെ പ്രധാനമാണ്. ഇവിടെ നിർമ്മിക്കുന്ന മിസൈലുകളിൽ ക്രൂയിസ് പ്ലാറ്റ്ഫോമുകൾ, അന്തർവാഹിനികൾ, ഹെലികോപ്റ്ററുകൾ എന്നിവയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്നവയാണ്. ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന ട്രംപിന്റെ പ്രഖ്യാപനം വെറും വാക്കാണെന്ന് വ്യക്തമായതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. 2 വൻകിട ഉരുക്കശാലകൾ, ഒരു പവർ സ്റ്റേഷൻ, സിവിലിയൻ ആണവ കേന്ദ്രം, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് നേരെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ഇതിനെല്ലാം വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രയേൽ തീ കൊണ്ട് കളിച്ചു എന്ന് IRGC എയ്റോസ്പേസ് കമാൻഡർ സെയ്ദ് മാജിദ് മുസ്തഫി പറഞ്ഞു. ഞങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുന്നു. മുൻപും ഇത് നിങ്ങൾ പരീക്ഷിച്ചതാണ്. ഇനി വിട്ടുവീഴ്ചയില്ല. കാത്തിരുന്ന് കാണുക എന്നാണ് അദ്ദേഹം നൽകിയ മുന്നറിയിപ്പ്. അതേസമയം ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ 10 ദിവസത്തേക്ക് ആക്രമിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസമാണ് ട്രംപ് ഉറപ്പ് നൽകിയത്. ഒപ്പം സമാധാന ചർച്ചകൾ നടക്കുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഈ ആക്രമണം. ഇതിനിടയിൽ ഹോർമൂസ് കടലിടുക്കിലൂടെ ചരക്ക് കപ്പലുകൾ IRGCയുടെ അനുമതിയോടെ മാത്രം കടത്തിവിടുന്ന സംവിധാനത്തിലേക്ക് ഇറാൻ കടന്നു എന്ന രീതിയിലും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. കടത്തിയ കപ്പലുകളിൽ നിന്നും പണം ഈടാക്കിയെന്നും സൂചനയുണ്ട്. US-ന്റെയും ഇസ്രയേലിന്റെ വ്യവസായ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല US, ഇസ്രയേൽ പക്ഷരാജ്യങ്ങളെ തുറമുഖങ്ങളിൽ നിന്നോ തിരിച്ചോ ഉള്ള കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെ കടത്തിവിടില്ല എന്നും IRGC പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചർച്ചകളെക്കുറിച്ച് ട്രംപ് പരസ്യമായി സംസാരിക്കുമ്പോഴും പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ അമേരിക്കൻ സൈനികർ വന്നുകൊണ്ടിരിക്കുകയാണ്. കരയുദ്ധത്തിന് ഉപയോഗിക്കാവുന്ന 7000 സൈനികരെയാണ് അമേരിക്ക ഇവിടെ വിന്യസിപ്പിക്കുന്നത്. നിലവിൽ മേഖലയിലെ വിവിധ താവളങ്ങളിലായി 1,00,000 US സൈനികർ നിലയുറപ്പിച്ചിട്ടുണ്ട്. വിമാനവാഹിനി കപ്പലുകളും പോർ വിമാനങ്ങളും യുദ്ധക്കപ്പലുകളും സർവ്വസജ്ജമായി നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാനിലെ ഖാർഗ് ദ്വീപ് പിടിച്ചടക്കി എണ്ണ സമ്പത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ഇറാന് സമ്മർദ്ദമുണ്ടാക്കാനാണ് അമേരിക്കയുടെ പദ്ധതിയെന്നും വാർത്തകളുണ്ട്. ഈ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ ഇറാൻ ഖാർഗ് ദ്വീപിൽ കുഴിബോംബുകൾ വിന്യസിപ്പിക്കുകയും സൈനിക വിന്യാസം നടത്തുകയും ചെയ്തിരുന്നു. അതോടൊപ്പം ഹോർമൂസ് കടലിടുക്ക് പിടിച്ചടക്കുമെന്ന ഭീഷണി നേരിടാനും ഇറാൻ കരനാവിക സേനകളെ സജ്ജമാക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. അതിനിടെയാണ് കരയുദ്ധത്തെ ചെറുക്കാൻ ഇറാൻ 10 ലക്ഷത്തിലേറെ സൈനികരെയും സന്നദ്ധ പ്രവർത്തകരെയും സജ്ജമാക്കുന്നതായി ഇറാൻ വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടുകൾ വരുന്നത്. യുദ്ധസന്നദ്ധരായ വലിയ തോതിൽ ആളുകൾ ഇറാൻ ഭരണകൂടത്തെ സമീപിക്കുന്നതായും റിപ്പോർട്ട് പറയുന്നു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിൽ ചേരാൻ ആയിരക്കണക്കിന് യുവാക്കൾ അപേക്ഷ നൽകിയതായും റിപ്പോർട്ടുണ്ട്. അതിർത്തിയിലെ ശത്രുക്കളുടെ എല്ലാ ചലനങ്ങളും തങ്ങൾ നിരീക്ഷിക്കുകയാണ്. ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇറാൻ സജ്ജമാണെന്നും ഇറാനിയൻ ഗ്രൗണ്ട് ഫോഴ്സ് കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ അലി ജഹാൻ ഷാഹി ഇറാൻ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. കരയുദ്ധത്തിനിറങ്ങിയാൽ ശത്രു വലിയ വില നൽകേണ്ടി വരുമെന്നും മുന്നറിയിപ്പുകളുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാനസ്.